ഒറ്റ യൂസിൽ തന്നെ നമ്മളെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. ഹായ്, ഞാൻ ഗായത്രി സുധൻ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റും ഇതേപോലെയൊക്കെ കറുത്ത പാട് കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ കണ്ണിന്റെ ഈ അടിഭാഗത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. കണ്ണിന് ചുറ്റും കറുപ്പ് എങ്ങനെയാ വരുന്നത് വെച്ചാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഉറങ്ങാതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫോണിലേക്ക് നോക്കിയിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ കണ്ണിന് ചുറ്റും കറുപ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അല്ലാതെ തുടക്കവും അല്ലെങ്കിൽ പകുതിക്കൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ഇതിന് ലാസ്റ്റ് ഞാനൊരു ഐ ക്രീമും കൂടി പറഞ്ഞു തരുന്നുണ്ട്, അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിനെക്കാട്ടി മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങിന്റെ മുഴുവനൊന്നും വേണ്ട, ഈ ഒരു കഷ്ണം മതി. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുക്കണം. ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസാണ് നമുക്ക് ആവശ്യം. ഈ ജ്യൂസിലാണ് നമുക്ക് ബാക്കിയുള്ളതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇത്രയും ജ്യൂസാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഒരു ഉരുളക്കിഴങ്ങിന്റെ പകുതി കഷ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. കടലമാവ് നമുക്ക് ഉണ്ടാവുന്ന കരിവാളിപ്പ് മാറ്റിയെടുക്കാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡർ ആണ്. കോഫി പൗഡർ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കോഫി പൗഡർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതാണ് കൂടുതൽ നല്ലത്. ഇതെല്ലാതും കൂടി നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് കട്ടിയാവാനും പാടില്ല ഈ ഒരു പാക്ക്. അതുപോലെ തന്നെ ഇങ്ങനെ ഒലിച്ചു പോണ രീതിയിലും ആവാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഒരു പാക്ക് നിൽക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാക്ക് റെഡിയായി കഴിഞ്ഞു. ഇതിന് നമുക്ക് രണ്ട് കണ്ണിൻ്റെയും ചുറ്റും തേച്ച് കൊടുക്കാം. നിങ്ങളിത് ട്രൈ ചെയ്യണേക്കാട്ടി മുന്നേ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം മാത്രം നിങ്ങൾ കണ്ണിൽ തേക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ ഫേസിൽ ഈ ഒരു കണ്ണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതുകൊണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതേപോലെ കണ്ണിലൊക്കെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന്നിൽ ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ ഇച്ചിങ്ങോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. അത് ഈ ഒരു പാക്ക് എന്നല്ല, ഏതൊരു പാക്ക് ആണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നല്ല പോലെ ശ്രദ്ധിച്ചും സമയമെടുത്തും പതുക്കെയാണ് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് കണ്ണിലും ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. ഒരുപാട് ഡ്രൈ ആവണത് വരെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അത് 15 മിനിറ്റിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു ക്ലീനിങ് സ്പോഞ്ച് എടുത്ത് വെള്ളത്തിൽ മുക്കി കണ്ണിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കത് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ഫോണൊക്കെ യൂസ് ചെയ്യും, അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. എനിക്ക് ഈ ഒരു പാക്ക് ഇട്ടപ്പോൾ അത് നന്നായിട്ട് കുറഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. കണ്ണിന് ചുറ്റും ഉണ്ടായിരുന്ന കറുപ്പ് നിറം കുറഞ്ഞതായിട്ടും ഈ ഒരു കണ്ണിന്റെ ഏരിയ നല്ലോണം തിളങ്ങുന്നത് പോലെയും അതുപോലെ തന്നെ കണ്ണിനൊരു ജീവൻ വെച്ചതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഐ ക്രീം ഉണ്ടാക്കണം. അതിനായിട്ട് ആദ്യം ഞാനിവിടെ അലോവേറ ജെൽ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് അലോവേറ ജെല്ല് വേണമെങ്കിലും എടുക്കാം. വീട്ടിലുള്ള അലോവേറ ജെല്ലാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു എമൗണ്ടിലാണ് ഞാൻ എടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ വിറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഒരെണ്ണം ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരെണ്ണം നമുക്ക് മുഴുവനായിട്ടും എടുക്കണ്ട, അതിനൊരു 2-3 തുള്ളിയുടെ ആവശ്യമുള്ളൂ. അതിങ്ങനെ ആ ഒരു അലോവേറ ജെല്ലിലേക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെയൊക്കെ എടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം. ഇങ്ങനെ ഒരു ക്രീം പരുവത്തിലാക്കിയെടുക്കണം. അതിനുശേഷം ഈ ഒരു ക്രീം നമുക്ക് രണ്ട് കണ്ണിനും ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെറിയൊരു രീതിയിൽ മസാജ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഐ ക്രീം അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ പാക്കും ഐ ക്രീമും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 1 വീക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിനടിയിൽ എത്ര മാറാത്ത കറുപ്പും മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.